കലയിലും സംസ്കാരത്തിലും സാഹിത്യത്തിലും പാണ്ഡിത്യത്തിലും തൽപരനായ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ എന്ന മഹാരാജാവിന്റെ സദസ്സിലും നവരത്നങ്ങൾ എന്നറിയപ്പെടുന്നത് അമരസിംഹൻ, ധന്വന്തരി, കാളിദാസൻ, ഹരിസേനൻ, ശബണകൻ, ശങ്കു, വരാഹമിഹിരൻ, വേതാൾ ഭട്ടൻ, വരരുചി എന്നിവരാണ്. ഇവരിൽ സംസ്കൃത പണ്ഡിതനും വൈയാകരണനും ബ്രാഹ്മണനുമായ വരരുചിയോട് വിക്രമാദിത്യ മഹാരാജാവ് ഒരിക്കൽ പ്രകാരം ചോദിച്ചു: രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരികൾ ഏതാണ്? എത്രയാലോചിച്ചിട്ടും വരരുചിക്ക് കൃത്യമായ ഉത്തരത്തിലെത്താൻ കഴിഞ്ഞു. താളിയോല ഗ്രന്ഥങ്ങൾ പരതി മറ്റു പണ്ഡിതരുമായി സംവാദം നടത്തി വിവിധ ഗുരുകുലങ്ങൾ സന്ദർശിച്ച് സന്യാസികളോട് ആരാഞ്ഞു. ഉത്തരം ലഭിക്കാതെ നിരാശനായ വരരുചി രാജകൊട്ടാരം വിട്ടിറങ്ങി കുറെ ദൂരം സഞ്ചരിച്ചു. ഒടുവിൽ ക്ഷീണിതനായി ഒരു അരയാലിന്റെ ചുവട്ടിൽ ഉറങ്ങാൻ കിടന്നു. രാമായണത്തിലെ മുഴുവൻ വരികളും മനഃപ്പാഠമറിയാവുന്ന വരരുചി ഇങ്ങനെ ചിന്തിച്ചു: എല്ലാ വരികളും പ്രധാനപ്പെട്ടതല്ലേ? ഏതെങ്കിലും 1-2 വരികൾക്ക് മാത്രം ഇത്രയ്ക്കും പ്രാധാന്യമുണ്ടോ? ഈ ചിന്തകളുടെ ഭാരവും പേറി കണ്ണടച്ച് കിടന്നു. രാത്രിയിൽ ആ അരയാലിന്റെ മുകളിൽ ചില വനദേവതകളുടെ സംസാരം വരരുചി ശ്രദ്ധിച്ചു. അവരിൽ നിന്ന് ആ രഹസ്യം വരരുചി തിരിച്ചറിഞ്ഞു. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരികൾ ഇതാണ്: രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യാമടവീം വിദ്ധി രക്ഷതാത യഥാസുഖം. വനവാസത്തിന് രാമനോടൊപ്പം ഇറങ്ങുന്ന ലക്ഷ്മണനെ അമ്മ സുമിത്ര നൽകുന്ന ഉപദേശമാണ്. രാമനെ അച്ഛനായും സീതയെ അമ്മയായും കാടിനെ അയോധ്യയായും കാണുക. മകനെ സുഖമായി പോയി വരും. വനദേവതകൾ മറ്റൊരു പ്രവചനം കൂടി പറഞ്ഞു: ബ്രാഹ്മണനായ ഈ പണ്ഡിതൻ ഭാവിയിൽ വിവാഹം കഴിക്കുക താഴ്ന്ന ജാതിയായ പറയി കുലത്തിൽ ഇന്ന് പിറന്ന പഞ്ചമി എന്ന പെൺകുടിയെ ആയിരുന്നു. മകളെ, അടുപ്പത്തെന്തെങ്കിലും കാലായിട്ടുണ്ടോ? അച്ഛാ, അച്ഛൻ വിളിച്ചിരുന്നോ? ഭക്ഷണം എന്തെങ്കിലും ആയിട്ടുണ്ടോ മോളെ? ദൂരെ നിന്നാരോ ഇങ്ങോട്ട് വരുന്നതായി കാണുന്നു. ബ്രാഹ്മണനാണെന്നാ തോന്നുന്നത്. പരമേശ്വര, ഈ ദരിദ്രന്റെ ഭവനത്തിൽ എന്തെടുക്കാനാണ്? അത്താഴ പക്ഷിക്കാർക്ക് പോലും ഇലയിട്ട് വിളമ്പേണ്ട ബ്രാഹ്മണ കുടുംബമായി പോയില്ലേ? അന്നമില്ലെന്ന് പറയാനൊക്കുമോ? അച്ഛൻ വിഷമിക്കാതിരിക്കൂ. ആരായാലും വരട്ടെ, ഉള്ളത് നമുക്ക് വിളമ്പാം. അതൊക്കെ പറ, അദ്ദേഹം ഇവിടെ എത്താറായി. വന്ദനം ഗുരുശ്രേഷ്ഠ. ഈ ഉള്ളവന്റെ ഇല്ലത്തിലേക്ക് സ്വാഗതം. എന്നാലും ഇവിടെ സൗകര്യങ്ങളും കുറവാണ്. എന്നാലും ഈ ഉള്ളവൻ ധന്യനായി. വിക്രമാദിത്യൻ മഹാരാജാവിന്റെ മുഖ്യ ഉപദേശകനായ വരരുചിയുടെ പാദസ്പർശത്താൽ ഞാനും എന്റെ മകളും പുണ്യം ചെയ്തവരായി. താങ്കൾക്ക് നമ്മെ അറിയാമോ? എന്റെ ചോദ്യമാണ് അങ്ങുന്നേ. ദൂരക്കാഴ്ചയ്ക്ക് അല്പം പ്രയാസമുണ്ടെന്ന് നേര് തന്നെ. അടുത്തെത്തിയപ്പോൾ മനസ്സിലായി. രാമായണത്തിലെ ശ്രേഷ്ഠപദം ലോകത്തിന് വെളിപ്പെടുത്തിയ മഹാനുഭാവനെ തിരിച്ചറിയാതിരുന്നാൽ അത് മഹാപാപം ആകില്ലേ? മകളെ, സംഭാരം എടുക്കൂ. ഇപ്പോൾ വേണ്ട, എനിക്ക് ചില ചിട്ടവട്ടങ്ങളൊക്കെയുണ്ട്. ആദ്യം എനിക്ക് കുളിക്കണം. ഉടുക്കാൻ വിരാളിപ്പട്ട് വേണം. 100 പേർക്ക് ആഹാരം കൊടുത്തിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളൂ.
വേണമെന്നില്ല. ഞാൻ പറഞ്ഞോട്ടെ. 100 പേർ ഉണ്ട് കഴിഞ്ഞാൽ ഉടനെ എന്റെ ഭക്ഷണം വിളമ്പണം. അതിൽ 101 കറികൾ വേണം. വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 3 പേരെ തിന്നണം. ഇയാളെന്താ, ബ്രാഹ്മണനോ അതോ ബ്രഹ്മരക്ഷി? 3 പേരെ തിന്നു കഴിഞ്ഞാൽ 4 പേരെന്നെ ചുമക്കണം. തൽക്കാലം ഇത്രയേ ഉള്ളൂ. സമ്മതമാണെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ കുളിച്ചു വരാം. ആരാണകത്ത്? മകളാണോ? അതെ. അദ്ദേഹത്തോട് കുളിച്ചു വരാൻ പറയൂ അച്ഛാ. അദ്ദേഹത്തിന് നമ്മൾ ഒരുക്കിയ ഭക്ഷണം മതിയാവില്ല. ദയവ് ചെയ്ത് ഈ പാപിയോട് പൊറുക്കണം. അച്ഛാ, 100 പേർക്ക് ഭക്ഷണം വിളമ്പണം. 101 കറികൾ വേണം. അത് കഴിഞ്ഞാൽ 3 പേരെ തിന്നണം. 4 ആള് ചുമക്കണം. അത്രയല്ലേ ഉള്ളൂ. അദ്ദേഹം കുളിച്ചു വന്നോട്ടെ അച്ഛാ. ഞാൻ കുളി കഴിഞ്ഞു വരാം. മോളെ, ഈ വന്നിരിക്കുന്നത് ആരാണെന്ന് മനസ്സിലായോ? അച്ഛൻ പറഞ്ഞത് ഞാനും കേട്ടു. മഹാപണ്ഡിതനായ വരരുചി. വേദശാസ്ത്ര പണ്ഡിതനായ ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് വരരുചി. അദ്ദേഹത്തിന് അപ്രിയമായത് എന്തെങ്കിലും സംഭവിച്ചാൽ രാജവടന്മാർ നമ്മെ തിരിച്ചു വരും. വിക്രമാദിത്യ മഹാരാജാവിന്റെ സദസ്യനാണ് അദ്ദേഹം. നീ എന്തറിഞ്ഞിട്ടാ അദ്ദേഹത്തോട് കുളിച്ചു വരാൻ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഒരുക്കി കൊടുക്കാൻ നമുക്ക് ആവുമോ? കൂട്ടുപുരയിൽ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. കുളിച്ചു കഴിഞ്ഞു വന്നാൽ അച്ഛൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നോളൂ. മകളെ, നീ എന്താണ് പറയുന്നത്? ഈ അച്ഛൻ ഒന്നും പിടികിട്ടുന്നില്ല. വേളിപ്പട്ടല്ലാതെ മറ്റെന്താണ് നമ്മുടെ പക്കലുള്ളത്? അച്ഛാ, 100 പേരെ ഊട്ടാൻ എന്ന് പറഞ്ഞത് വൈശതവത്തിന്റെ കാര്യമാണ്. അപ്പോൾ 100 ദേവതമാർക്ക് അന്നമൂട്ടിയ ഫലമാണ്. 101 കൂട്ടം കറികൾ എന്നുദ്ദേശിച്ചത് ഇഞ്ചിക്കറിയാണ്. ഇഞ്ചി 101 കൂട്ടം വിഭവങ്ങൾക്ക് പകരമാണെന്നാണ് പ്രമാണം. 3 ആളെ തിന്നണം എന്നത് വെറ്റിലയും അടക്കയും ചുണ്ണാമ്പും ചേർന്ന മുറുക്കാനാണ്. അത് നമുക്ക് ഊണ് കഴിയുമ്പോൾ കൊടുക്കാം. 4 ആള് ചുമക്കണം എന്നത് 4 കാലുള്ള കട്ടിലിൽ അല്പം വിശ്രമിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അതും നമുക്ക് കൊടുക്കാമല്ലോ അച്ഛാ. മോളെ, മിടുക്കിയും പണ്ഡിതയും സുന്ദരിയുമായ പഞ്ചമിയെ വരരുചി പിന്നീട് വേലി കഴിച്ചു. പഞ്ചമിയുടെ കൂടെയുണ്ടായിരുന്ന വൃദ്ധൻ അവളുടെ യഥാർത്ഥ അച്ഛനല്ലെന്നും വളർത്തച്ഛനാണെന്നും അറിഞ്ഞ വരരുചി കോപിക്കുന്നുണ്ടെങ്കിലും അവളെ ഉപേക്ഷിക്കുന്നു. പകരം ദേശാടനം ആരംഭിച്ചു. അങ്ങനെ വരേണ്യ ബ്രാഹ്മണനായ വരരുചിക്കും പറയിയായ പഞ്ചമിക്കും പിറന്ന 12 മക്കളാണ് പറയി പെറ്റ പന്തിരുകുലം എന്ന് പിന്നീട് അറിയപ്പെട്ടു. അഗ്നിഹോത്രി, പാക്കനാർ, രചകൻ, കാരക്കലമ്മ, അകവൂർ ചാത്തൻ, വടുതല നായർ, വള്ളോൻ, ഉപ്പുകൊറ്റൻ, പാണനാർ, പെരുന്തച്ചൻ, നാറാണത്തു ഭ്രാന്തൻ, വായില്ല കുന്നിലപ്പൻ എന്നിവരാണവർ. ബ്രാഹ്മണനും നായരും ഈഴവനും പാണനും അവർണനും ഉൾപ്പെടുന്ന നാം എല്ലാം തന്നെ ഒരമ്മ പെറ്റ മക്കളാണെന്ന സന്ദേശം അറിയിച്ചുകൊണ്ട് ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് LP സ്കൂൾ അവതരിപ്പിക്കുന്ന ദൃശ്യാവിഷ്കാരം നാം ഒന്ന്. അതെ, വരരുചിയുടെയും പഞ്ചമിയുടെയും യാത്ര ഇന്നും തുടരുന്നതായി ഞങ്ങൾ ഭാവനയിൽ കാണുന്നു. ഈ കഥയിൽ രംഗത്ത് വരുന്ന മഹാന്മാരും മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളുമെല്ലാം ഞങ്ങളുടെ മലയാള പാഠപുസ്തകത്തിലെ പരിചിത മുഖങ്ങളാണ്. ആ കഥാപാത്രങ്ങളുടെ വിശേഷങ്ങളിലേക്ക് ഞങ്ങൾ വരരുചിയെയും പഞ്ചമിയെയും സ്വാഗതം ചെയ്യുന്നു. പലതരം ഉറവകൾ, പ്രകൃതികൾ, വികൃതികൾ കാട്ടിരുന്നൊരുത്സവമേളം. പലതരം ഉറവകൾ,
അമ്മേ, ഇതാരൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കിയേ. ആരാണിവർ സിംഹരാജാവേ? അയ്യോ, ആനമൂപ്പന് വലുപ്പം മാത്രമേ ഉള്ളൂ. നമ്മുടെ അതിഥികളെ മനസ്സിലായില്ലേ? ഇത് പണ്ഡിത ശ്രേഷ്ഠൻ വരരുചിയും പന്തിരുകുലത്തിന്റെ അമ്മ പഞ്ചമിയും. സിംഹരാജന് നമസ്കാരം. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ കേശൻ മഹാരാജാവ്. ഇത് കേളുകുറുക്കൻ, നമ്മുടെ മന്ത്രി. ആ നിൽക്കുന്നത് കേശനായ. പിന്നെ കരടിക്കുട്ടി, ചിണ്ടനലി, ഉണ്ടക്കണ്ണൻ മൂങ്ങ, കരുടനമ്മാവൻ, താരയുടെ കുഞ്ഞിക്കോഴി, പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞാവൽ മരവും തേന്മാവും. എല്ലാവർക്കും എന്റെയും പഞ്ചമിയുടെയും സ്നേഹാന്വേഷണങ്ങൾ. നടന്നു ക്ഷണിച്ചതല്ലേ, എന്നെ പുറത്തു കയറിക്കോളൂ. ഞാൻ കാടിനക്കരെ എത്തിക്കാം. ഓ, ആനമൂപ്പൻ തുമ്പിക്കൈയിൽ പനമ്പട്ടയും പിടിച്ച് നടന്ന് നടന്ന് എന്നെത്താനാ. എന്റെ പുറത്തു കയറിക്കോളൂ. ഞാൻ എന്റെ വലിയ ചിറകുകൾ വീശി ലക്ഷ്യസ്ഥാനത്തെത്തിക്കാം. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. പക്ഷേ ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല. ഞങ്ങൾ കാട് കാണാൻ ഇറങ്ങിയതാ. പിന്നെ കാട്ടിലെ ഈ കൂട്ടുകാരെയും. അല്ല, ഇതാരേ? താരയുടെ കുഞ്ഞിക്കോഴിയല്ലേ? താര ചേച്ചിക്ക് സുഖമല്ലേ കുഞ്ഞിക്കോഴി? അതെ പഞ്ചമി ആന്റി. ആന്റിയെ കണ്ട വിശേഷം ഞാൻ നാട്ടിൽ പോയി താരച്ചേച്ചിയോട് പറയാട്ടോ. ആ, എല്ലാവരും കലപിലെ കൂട്ടി ഇവിടെ നിൽക്കണ്ട. വരരുചിയും പഞ്ചമിയും അല്പം വിശ്രമിക്കട്ടെ. ഞാവൽ മരം. എന്താണ് പ്രഭു? നമ്മുടെ അതിഥികൾക്ക് വിശ്രമിക്കാൻ നീ നിന്റെ ഇതളുകൾ വീശി ഇളം കാറ്റ് കൊടുക്കണം. ഉത്തരവ് രാജൻ. കരടിക്കുട്ടാ, ഞാനിവിടെ ഉണ്ട് പ്രഭു. കാട്ടുചാലയിൽ നിന്ന് തെളിനീര് കൊണ്ടുവരൂ. നമ്മുടെ അതിഥികൾക്ക് ദാഹം മാറട്ടെ. ഉത്തരവ് പോലെ അടിയൻ. അല്ലയോ സിംഹരാജൻ, അങ്ങയുടെ സ്നേഹത്തിനും സൽക്കാരത്തിനും നന്ദി. അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ ഞാവൽ മരത്തിനു താഴെ വിശ്രമിക്കട്ടെ. അങ്ങയുടെയും പ്രിയ പത്നിയുടെയും സാന്നിധ്യത്തിൽ ഈ കാടിന്റെ മക്കൾ ധന്യരായി. എല്ലാവരും പിരിഞ്ഞു പോകുവേ. പഞ്ചമി, നിന്റെ ആഗ്രഹമനുസരിച്ച് നമ്മൾ കാട്ടിലെത്തി. ഇവിടുത്തെ സ്നേഹവും സ്വീകരണവും ഊഷ്മളമായ വാക്കുകളും കേട്ടു. പറയൂ, നിനക്കിനി എന്താഗ്രഹമാണുള്ളത്? നാഥ, അങ്ങയുടെ സ്നേഹത്തിന് നന്ദി. കാടിന്റെ സൗന്ദര്യം ഞാൻ ആസ്വദിച്ചു. എന്നാലും എൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. പറഞ്ഞോളൂ, എനിക്ക് സാധിക്കാവുന്നത് ഞാൻ നിവർത്തിച്ചു തരാം. അങ്ങ് ദീർഘനാൾ കൊട്ടാരത്തിൽ വസിച്ചയാളാണ്. ഞാനാകട്ടെ കൊട്ടാരത്തിന്റെ സുഖം അനുഭവിച്ചിട്ടുമില്ല. എനിക്ക് ഒരു പകലും രാത്രിയും കൊട്ടാരത്തിൽ വസിക്കാൻ ഒരു പൂതി തോന്നുന്നു. അത്രയേ ഉള്ളൂ. തീർച്ചയായും ഈ കാടിനക്കരെ എനിക്ക് പരിചയമുള്ള ഒരു കൊട്ടാരമുണ്ട്. അവിടുത്തെ രാജാവ് ഒരു പെരുവയറിനായിരുന്നു. മുഴുവൻ സമയവും തീറ്റയും ഉറക്കവും ഏമ്പക്കമിടലും. അവസാനം രോഗിയായി. വൈദ്യന്മാർ ഏറെ ചികിത്സിച്ചു. എന്റെ സുഹൃത്തുകൂടിയായ വീരബാഹു വൈദ്യരാണ് രോഗം സുഖപ്പെടുത്തിയത്. അതെങ്ങനെ? എന്തു മരുന്നാണ് നൽകിയത്? മരുന്നൊന്നുമല്ല, ഭക്ഷണക്രമമാക്കി വൃത്തി പഠിപ്പിച്ചു. രാജാവ് ഇപ്പോൾ സുന്ദരക്കുട്ടനാണ്. വീരബാഹുവിനെ രാജാവ് കൊട്ടാര വൈദ്യരാക്കി സ്ഥാനവും നൽകി. എന്നാൽ നാളെ രാവിലെ അങ്ങോട്ട് പോകാം. തീർച്ചയായും നമുക്കല്പം വിശ്രമിക്കാം. അന്നു രാത്രി വരരുചിയും പഞ്ചമിയും ഞാവൽ മരത്തിന്റെ ഇളങ്കാറ്റുമേറ്റ് സുഖമായുറങ്ങി. കിഴക്ക് വെള്ള കീറിയപ്പോൾ അവർ ഞാവൽ മരത്തോടും കേശൻ സിംഹരാജനോടും യാത്ര പറഞ്ഞു. മുത്തശ്ശി തേന്മാവ് മധുരമുള്ള മാമ്പഴം ഒരു കൂട നിറയെ സമ്മാനിച്ചു. വഴിയാത്രയിൽ ക്ഷീണിക്കാതിരിക്കാൻ ആ സമ്മാനം അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. ആനമൂപ്പനും ഗരുഡൻ അമ്മാവനും വഴി തെളിക്കാമെന്ന് പറഞ്ഞെങ്കിലും അവർ നടന്നു തന്നെ യാത്ര അധികം വൈകിയില്ല. അതാ
അങ്ങ് ദൂരെ കാണുന്നത് രാജമന്ദിരമാണല്ലോ. അവിടെ ഇന്നൊരു ആഘോഷ തിമിർപ്പാണ്. രാജകുമാരിയുടെ പിറന്നാൾ ആഘോഷം. മഹാറാണിയുടെ തോഴിമാർ ഇതാ രാജധാനിയിൽ നൃത്തച്ചുവടുകൾ വയ്ക്കും. രാജാവും മന്ത്രിപരിവാരങ്ങളും നൃത്തം ആസ്വദിക്കാൻ ഒരുങ്ങവേ കാവൽ ഭടൻ രംഗത്തേക്ക്. മഹാരാജാവ് വീണാൽ വാഴട്ടെ. പറയൂ, എന്റെ പ്രിയപുത്രിയുടെ ജന്മദിന ആഘോഷമാണ്. ഈ മഹാസുദിനത്തിൽ എന്തു വിശേഷമാണ് നമ്മോട് ഉണർത്തിക്കാനുള്ളത്? അങ്ങയെ മുഖം കാണിക്കാൻ ഏതോ വരരുചിയും പഞ്ചമിയും പുറത്തു കാത്തു നിൽക്കുന്നു. വരരുചി? അയ്യോ മഹാരാജൻ, അത് മഹാപണ്ഡിതനായ ബ്രാഹ്മണ ശ്രേഷ്ഠനാണ്. എന്ത്? ഉജ്ജയിനെ ഭരിക്കുന്ന വിക്രമാദിത്യ ചക്രവർത്തിയുടെ ഉപദേഷ്ടാവായ വരരുചിയോ? അതേ പ്രഭു. ഇതിൽ പരം എന്ത് സന്തോഷമാണുള്ളത്? വരാൻ പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട, ഞാൻ നേരിൽ ചെന്ന് സ്വീകരിക്കാം. വീരബാഹു, ഇവിടെ രാജകന്യകമാരെ നിർത്തും. നൃത്തം തുടങ്ങാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യൂ. നമ്മുടെ വിശിഷ്ട അതിഥികളെ ഞാൻ സ്വീകരിക്കട്ടെ. ഉത്തരവ് രാജൻ. Ishwara
അന്ന് കൊട്ടാരത്തിലെ വിഭവസമൃദ്ധമായ വിരുന്നിൽ വരരുചിയും പഞ്ചമിയും പങ്കെടുത്തു. രാത്രിയിൽ ഉറങ്ങാൻ ഏറ്റവും മുന്തിയ മണിയറയും പട്ടുമെത്തയുടെ മാർദ്ദവവും മുല്ലപ്പൂവിന്റെ സൗരഭ്യവും ആടയാഭരണങ്ങളുടെ ആകർഷണീയതയും തോഴിമാരുടെ പരിചരണവും എല്ലാം ലഭിച്ചിട്ടും പഞ്ചമി എന്തോ സന്തോഷവതിയായിരുന്നു. അപ്പോൾ വരരുചി ചോദിച്ചു, പഞ്ചമി, നീ എന്തേ ദുഃഖിച്ചിരിക്കുന്നു? ഒന്നുമില്ല. രാജകൊട്ടാരത്തിലെ വിരുന്നും നൃത്തവും ആഡംബരങ്ങളും നീ ആസ്വദിക്കുന്നില്ലേ? അങ്ങ് എന്നോട് കോപിക്കരുത്. ഇവിടെ ഞാൻ യഥാർത്ഥ സന്തോഷം അനുഭവിക്കുന്നില്ല. എന്നുവെച്ചാൽ ഈ കൊട്ടാരത്തിൽ കാണുന്നതും അനുഭവിക്കുന്നതുമെല്ലാം യാന്ത്രികമായി തോന്നുന്നു. ഇനി എന്താ ചെയ്യുക? നീ കണ്ണടച്ച് കിടന്നുറങ്ങൂ. നേരം വെളുക്കട്ടെ, പരിഹാരമുണ്ടാക്കാം. നാഥ, ഇവിടെ നമുക്ക് ഇനി അധികം തങ്ങേണ്ട. നേരം വെളുത്താൽ ഉടനെ മഹാരാജാവിനോട് യാത്ര ചൊല്ലി ഗ്രാമങ്ങളിലേക്ക് പോകാം. അത് നല്ലത് തന്നെ. നിഷ്കളങ്കതയുടെ പര്യായമാണ് ഗ്രാമങ്ങൾ. നോവും നൊമ്പരവും, പുഞ്ചിരിയും പൂമ്പാറ്റയും പൂക്കളും പൂത്തുമ്പിയും പരിലസിക്കുന്ന നാട്, അതാണ് ഗ്രാമം. പച്ചപ്പുടവയണിഞ്ഞ നെൽപ്പാടങ്ങളും വെള്ളിയരഞ്ഞാണം പോലെ ഒഴുകുന്ന അരുവികളും പൂരവും പെരുന്നാളും ഉത്സവങ്ങളും കുട്ടിപ്പട്ടാളവും നാടൻ കളികളും എല്ലാം നിറഞ്ഞ ഗ്രാമം. അത് ഒരു സ്വർഗം തന്നെയാണ്. ആരാത്? ഗണേശനല്ലേ? അമ്മാള് മുത്തശ്ശി എന്നെ മറന്നോ? എന്താ വിശേഷം മുത്തശ്ശി? എന്തു വിശേഷം ഗണേശ? ഇങ്ങനെ പോണു. ഇന്ന് ഒറ്റയ്ക്കാണല്ലോ. കൊച്ചുമക്കളൊന്നുമില്ലേ കൂടെ? കൊല്ലപ്പരീക്ഷ ഇങ്ങടുത്തെത്തിയില്ലേ? അവർ വീട്ടിലിരുന്ന് പഠിക്കുക. അത് നന്നായി. അവരെങ്കിലും അങ്ങനെ പഠിക്കുന്നുണ്ടല്ലോ. അതെന്താ ടീച്ചറെ അങ്ങനെ പറഞ്ഞത്? അച്ചടക്കമുള്ള വീട്ടിലെ കുട്ടികളെ അങ്ങനെ നന്നായി ഹോംവർക്ക് ചെയ്യൂ. അല്ലാത്ത വീട്ടിലെ കുട്ടികൾ ഒരക്ഷരം വായിച്ചു നോക്കാതെ സ്കൂളിലേക്ക് വരും. പിന്നെ ഒന്നേന്ന് പഠിപ്പിച്ചു തുടങ്ങണം. അല്ല ഗണേശ, ഇന്നെന്ത് പലഹാരമാ ഉള്ളത്? നല്ല പത്തിരിയുണ്ട്, പാത്തുമച്ചുത്ത പത്തിരി. പിന്നെ ബോണ്ടയും സുഖിയനും ഉഴുന്നുവടയും. മുത്തശ്ശിക്ക് എന്താ വേണ്ടത്? എനിക്കെന്നാ പത്തിരി തന്നെ എടുത്തോ. എനിക്ക് 3 സുഖിയൻ എടുത്തോ ഗണേശേട്ടാ. ഇതാരാ വരുന്നത്? ഐതിഹ്യ പുരുഷനായ വരരുചിയും പഞ്ചമിയുമല്ലേ? ഇവര് വായിലാക്കുന്നിലപ്പന്റെ അച്ഛനും അമ്മയുമല്ലേ? അതെ, ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടാൻ ഇറങ്ങിയതാ. ഗ്രാമത്തിന്റെ വിശുദ്ധി നേരിട്ടനുഭവിക്കാൻ. ഞങ്ങൾ നെൽപ്പാടത്തായിരുന്നു ഇത്രയും നേരം. കൊയ്ത്തുകാരുടെ കൂടെ അവര് ഞങ്ങളുടെ പുറകെ വരുന്നുണ്ട്. ഇന്ന് എന്റെ ക്ലാസ്സിൽ വരരുചിയുടെയും പഞ്ചമിയുടെയും കഥയാണ് ഞാൻ പഠിപ്പിച്ചത്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവരിതാ എന്റെ മുൻപിൽ. വലിയ പഠിപ്പൊന്നുമില്ല ഈ പാവത്തിന്. ഇത് എന്റെ ഭാര്യ വീട്ടിലുണ്ടാക്കിയ പലഹാരമാണ്. ഇതെന്റെ സന്തോഷം, വളരെ സന്തോഷം. ദേ, കൊയ്ത്തുപാട്ടിന്റെ ഈണം കേൾക്കുന്നു.
കതിര് 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 കൊണ്ടുവായോ, കറ്റ കെട്ടി കൊയ്തു കൂട്ടിവായോ. കതിര് 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 കൊണ്ടുവായോ, കറ്റ കെട്ടി കൊയ്തു കൂട്ടിവായോ. പെണ്ണാളെ താമര കണ്ണാളെ വന്നാട്ടെ പൊന്നാരിൻ പാടത്ത് വായോ. കതിര് 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 കൊണ്ടുവായോ, കറ്റ കെട്ടി കൊയ്തു കൂട്ടിവായോ. വല്ലം നിറ വട്ടികൊണ്ട കുട്ടകൊണ്ട. ഇല്ലം നിറ വല്ലം നിറ വട്ടികൊണ്ട കുട്ടകൊണ്ട. അല്ലിമലർ പെണ്ണാളെ ഇല്ലം നിറയ്ക്ക് വേല ചെയ്ത് വേർപ്പ് കൊണ്ട് പാടം നനയ്ക്ക്. അങ്ങനെ വളര് 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 പുത്തഞ്ഞാറേ കുളിര് 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 പോരണ പാടം. പെണ്ണാളെ താമര കണ്ണാളെ വന്നാട്ടെ പൊന്നാരിൻ പാടത്ത് വായോ. കതിര് 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 കൊണ്ടുവായോ, കറ്റ കെട്ടി കൊയ്ത് കൂട്ടിവായോ. ഓണം വന്നേ ഓണം വന്നേ ഓടിവായോ കൂട്ടുകാരേ. ഓണം വന്നേ ഓണം വന്നേ ഓടിവായോ കൂട്ടുകാരേ. കാലത്തെ പൂക്കളത്തിൽ മാവേലി എത്തും, പാടിയാടി തുമ്പിതുള്ളാൻ കൂട്ടുകാരെത്തും. അങ്ങനെ വിടര് 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 ചിങ്ങപ്പൂവേ, തുടര് തുടര് തിന്തിനാട്ടം പെണ്ണേ. പെണ്ണാളെ താമര കണ്ണാളെ വന്നാട്ടെ പൊന്നാരിൻ പാടത്ത് വായോ. കതിര് 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 കൊണ്ടുവായോ, കറ്റ കെട്ടി കൊയ്ത് കൂട്ടിവായോ. കതിര് 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 കൊണ്ടുവായോ, കറ്റ കെട്ടി കൊയ്ത് കൂട്ടിവായോ. പെണ്ണാളെ താമര കണ്ണാളെ വന്നാട്ടെ പൊന്നാരിൻ പാടത്ത് വായോ. കതിര് 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 കൊണ്ടുവായോ, കറ്റ കെട്ടി കൊയ്ത് കൂട്ടിവായോ. കതിര് 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 കൊണ്ടുവായോ, കറ്റ കെട്ടി കൊയ്ത് കൂട്ടിവായോ. ട്രാക്ക് മാറ്റി നല്ല അടിപൊളി പാട്ടിത്. ഞങ്ങളൊരു തകർപ്പൻ ഡാൻസ് കളിക്കാം. കളിക്കണ കളിപ്പക്കര കായലുണ്ട് വട്ടം വളച്ചേ വെട്ടും കുത്തും കളിക്കണ കളിപ്പക്കര.
ആര്യ, അഭിനന്ദ്, നന്ദന, ലൈല, മുരളി, അത് കമലയും വിമലയും. പിന്നെയും ഞങ്ങൾക്ക് കൂട്ടുകാരുണ്ട്. ആവണിയും സുഹറയും ആമിനയും സാവിത്രികുട്ടിയും. അവരെയൊക്കെ വിളിക്കണോ? ഇപ്പോൾ വേണ്ട. നൃത്തങ്ങളെല്ലാം വളരെ നന്നായിരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വക പലഹാരങ്ങളുണ്ട്. ഗണേശൻ ചേട്ടാ, എല്ലാവർക്കും കൊടുക്കൂ. ഇവിടെ ഇല്ലാത്ത കൂട്ടുകാർക്കും പലഹാരം കൊടുക്കാൻ മറക്കല്ലേട്ടോ. പഞ്ചമി, എന്തോ അങ്ങ് വിളിച്ചോ? എത്ര നിഷ്കളങ്കരാണല്ലേ ഈ കുട്ടികൾ. നിനക്ക് സങ്കടം വരുന്നുണ്ടോ? എന്തിന്? നീ 12 മക്കളെ പ്രസവിച്ചവളല്ലേ. ഒന്നിനെ പോലും വളർത്താൻ ഞാൻ സമ്മതിച്ചില്ലല്ലോ. കുഞ്ഞിന് വായുണ്ടോന്ന് ഞാൻ ചോദിച്ചു. ഉണ്ടെന്ന് നീ അറിയിച്ചപ്പോൾ അന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വാക്കേറിയ ദൈവം ഇരയും തന്നുകൊള്ളും. അതിനെ അവിടെ ഉപേക്ഷിക്കൂ എന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ നീ അനുസരിച്ചില്ലേ പഞ്ചമി? അങ്ങ് എന്തിനാണ് ഇപ്പോഴത് ഓർമ്മിപ്പിച്ചത്? കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ, അവരുടെ പാട്ടും നൃത്തവും കണ്ടപ്പോൾ നിന്റെ കണ്ണു നിറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. നാദാ, പറയൂ പഞ്ചമി. ഈ ഗ്രാമം സുന്ദരമാണ്. പക്ഷേ എന്താണ് ഒരു പക്ഷേ? ഗ്രാമവും കുഞ്ഞുങ്ങളും നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളാകുന്നു. നമുക്കിവിടം വിട്ടുപോകാം. കേരളവും ഭാരതവും വിട്ട് ഒരു ദൂരദേശത്തേക്ക് പോകാൻ എനിക്കാഗ്രഹം. കടലുകൾ താണ്ടി അങ്ങ് ദൂരദേശത്തേക്ക്. നിന്റെ ആഗ്രഹം അങ്ങനെയെങ്കിൽ ഉറപ്പായും നിന്നെ ഞാൻ കൊണ്ടുപോകും. നിന്നോട് ചെയ്ത ദ്രോഹങ്ങൾക്ക് ഈശ്വരൻ എന്നോട് പൊറുക്കട്ടെ. വാകീറിയ ദൈവം ഇരയും തന്നുകൊള്ളും എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ട വരരുചി ഭാര്യയായ പഞ്ചമിയെയും കൂട്ടി ഒരു വിദേശയാത്ര നടത്തുന്നത് ഞങ്ങൾ ഭാവനയിൽ കാണുന്നു. 7-ാം കടലിനപ്പുറം പുരാതന പണ്ഡിതനായ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയ മഹാരഥന്മാരുടെ നാടായ പുരാതന ഗ്രീസിലേക്ക് ഒരു യാത്ര. പായ്ക്കപ്പലിൽ അവർ യാത്ര പുറപ്പെട്ടു. അന്ന് ഗ്രീസ് ഭരിച്ചിരുന്ന സെറാക്യൂസ് രാജാവിന്റെ നാട്ടിലേക്ക്, ആർക്കിമിഡസ് എന്ന തത്വചിന്തകന്റെ നാട്ടിലേക്ക്.
മഹാരാജാവ് എഴുന്നള്ളുന്നു. ഗ്രീസിന്റെ ചക്രവർത്തി ഹെറോൻ മഹാരാജാവ് എഴുന്നള്ളുന്നു. നമ്മുടെ സൈന്യം ഏതൊരു ആപത്തിനെയും തകർക്കാൻ കഴിയുള്ള സുശക്തമായ സേനയാണെന്ന് നമുക്ക് ബോധ്യമായിരിക്കും. രാജാവ്, സൈന്യത്തിന്റെ ആയോധന പരിശീലനം ഈ കടൽക്കരയിൽ നടത്തുന്നത് ഇപ്പോൾ പ്രധാനപ്പെട്ടതാണ്. ശത്രു സൈന്യം നമുക്കെതിരെ കടൽ മാർഗം യുദ്ധം ചെയ്യാൻ വരുന്നുവെന്ന് രഹസ്യദൂത് ലഭിച്ചിരിക്കുന്നു. ആർക്കിമെഡസ്, നാം എന്തു ചെയ്യും? കരമാർഗമുള്ള യുദ്ധം നമ്മുടെ സൈന്യത്തിന് അപരിചിതമല്ല. എന്നാൽ കടൽ മാർഗമുള്ള ആക്രമണം എങ്ങനെ തടയാമെന്ന് താങ്കൾ പറയൂ. തീർച്ചയായും മഹാരാജ, ഞാൻ അതിനുള്ള മാർഗം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതാ നോക്കൂ, കടലിൽ ഒരു കപ്പലല്ലേ കാണുന്നത്? ശത്രു സൈന്യം പടയെടുക്കാൻ തുടങ്ങിയോ? ആർക്കിമെഡസ്, നാം എന്താണ് ചെയ്യേണ്ടത്? മഹാരാജൻ, ഭയപ്പെടേണ്ട. അത് ശത്രു സൈന്യത്തിന്റെ കപ്പലല്ല, അതൊരു യാത്രാ കപ്പലാണ്, പായ്ക്കപ്പൽ. പക്ഷേ മുന്നറിയിപ്പില്ലാതെ ആരിങ്ങോട്ട് വരുന്നു? എന്തു തന്നെയായാലും സൈന്യം തയ്യാറാകട്ടെ. മഹാനായ ആർക്കിമെഡസ്, താങ്കൾക്ക് എന്നെ ഓർമ്മയില്ലേ? ക്ഷമിക്കണം, ആരിത്? അയ്യോ മഹാരാജാവേ, ഇത് ഭാരതദേശത്തെ പണ്ഡിത ശ്രേഷ്ഠ, സംസ്കൃതത്തിൽ അതിനിപുണം, രാമായണാദി ഇതിഹാസങ്ങളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാവിശിഷ്ട ദേഹം. വേദോപനിഷത്തുകളിലും തർക്കശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത മഹാമേരു, വരരുചി, അറിവിന്റെ വരം ലഭിച്ച പുണ്യശ്ലോകൻ. മതി മതി മതി, പുകഴ്ത്തിയത് മതി. എന്റെ മുന്നിൽ നിൽക്കുന്നയാളും ചില്ലറക്കാരനല്ലല്ലോ. പുരാതന ഗ്രീസിലെ മഹാനായ ഗണിത പണ്ഡിതൻ, വൈദ്യശാസ്ത്രജ്ഞൻ, തത്വശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും അതിനിപുണൻ. എന്തിനേറെ, ആർക്കിമെഡസ് തത്വം എന്ന സിദ്ധാന്തം അറിയാത്ത വിദ്യാർത്ഥികളുണ്ടോ? ചുരുക്കത്തിൽ അറിവിന്റെ തമ്പുരാക്കന്മാർക്കിടയിൽ ഈ പാവൻ രാജാവ് ചെറുതായി പോയി അല്ലേ? ക്ഷമിക്കണം മഹാരാജാവേ, അങ്ങയെ പറ്റിയും ഏറെ പറയാനുണ്ട്. സിയൂസ് ദേവന്റെ പുത്രന്റെ പേരാണ് ഹെറോൺ എന്ന അങ്ങയുടെ രാജനാമം. വീരപരാക്രമിയും യുദ്ധമുഖത്തെ നിപുണനുമായ അങ്ങ് ഭാരതഖണ്ഡത്തിൽ പോലും പുകൾപെറ്റ ഭരണാധികാരിയും രാജതന്ത്രജ്ഞനുമാണ്. നല്ല വാക്കുകൾക്ക് നന്ദി. അറിവുള്ളവരെ ഞങ്ങൾ ഗ്രീക്കുകാർ എന്നും ബഹുമാനിക്കുന്നു. അങ്ങേക്ക് ഈ നാട്ടിൽ രാജാധികാരത്തോടെ താല്പര്യപ്പെടുന്നിടത്തോളം കാലം രാജകുടുംബാംഗമായി താമസിക്കാം. മഹാരാജാവേ, ഞാനിവിടെ ദീർഘനാൾ കഴിയുവാനുള്ള ഉദ്ദേശത്തോടെ വന്നതല്ല. ഇത് എന്റെ പ്രിയപത്നി പഞ്ചമി എന്നാണ് പേര്. 12 കുലത്തിന്റെ അമ്മയാണിവർ. ഞങ്ങൾ ഒരിടത്തും സ്ഥിരമായി താമസിക്കാറില്ല. ദേശാടനം ഇഷ്ടപ്പെടുന്നവരാണ്. ദൂരദേശം സന്ദർശിക്കാൻ ഇവൾ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാൻ രണ്ടാമതൊന്നും ചിന്തിച്ചില്ല. പ്രിയ സുഹൃത്തു കൂടിയായ ആർക്കിമെഡസിന്റെ നാട്ടിലേക്ക് തിരിച്ചു. എന്താണത്? യുദ്ധകാഹളമല്ലേ കേൾക്കുന്നത്? അതേ വരരുചി, ശത്രുക്കൾ കടൽമാർഗം യുദ്ധം നടത്താൻ ഒരുങ്ങി വരുന്നു. നമ്മുടെ നാവികപ്പടയാകട്ടെ ശക്തമല്ല. അല്ലയോ വരരുചി, അങ്ങയെ സിയൂസ് ദേവനാണ് ഇവിടെ എത്തിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ രാജ്യത്തെയും ജനങ്ങളെയും രക്ഷിക്കണമേ. മഹാരാജാവേ, അങ്ങ് ഭയപ്പെടാതിരിക്കൂ. എനിക്ക് അഭയം നൽകിയ രാജ്യത്തോട് ഞാൻ എന്നും കൂറ് കാണിക്കുന്നവനാണ്. സുഹൃത്തെ, വരൂ.
ചക്രവർത്തിക്കും ആർക്കിമെഡസിനും ഗ്രീസ് മഹാരാജ്യത്തിന്റെയും ഹെറോൺ ചക്രവർത്തിയുടെയും അഭിനന്ദനങ്ങൾ. നമ്മുടെ പടയാളികളുടെ ഒരു തുള്ളി രക്തം പോലും വീഴാതെ ഈ യുദ്ധമിതാ നമ്മൾ ജയിച്ചിരിക്കുന്നു. ലോക ചരിത്രത്തിൽ തന്നെ അത്യപൂർവ സംഭവം. നിങ്ങൾക്കിരുവർക്കും ഈ വരുന്ന പൗർണമി നാളിൽ തീയുസ്തവന്റെ ഉത്സവത്തിന് രാജമോതിരമണിയിച്ച് രാജ്യത്തിന്റെ ആദരവ് അർപ്പിക്കുന്നതാണ്. അല്ലയോ പണ്ഡിത ശ്രേഷ്ഠരെ, അറിയാനൊരു കൊതി തോന്നുന്നു. നിങ്ങൾ എന്ത് വിദ്യയാണ് ഇവിടെ കാണിച്ചത്? എന്ത് മായാജാലമാണ് നാം ഇവിടെ കണ്ടത്? മഹാരാജാവേ, ഇത് മായാവിദ്യയോ അൺകെട്ടോ ഒന്നുമല്ല. ഇത് തികച്ചും ശാസ്ത്രമാണ്. അങ്ങ് ഈ വലിയ കണ്ണാടി കണ്ടാലോ? സൂര്യപ്രകാശം ഈ കണ്ണാടിയിൽ പ്രതിബിംബിച്ച് ദൂരെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചപ്പോൾ ഇവിടെയുള്ള ചൂടിനേക്കാൾ 1000 മടങ്ങ് ഇരട്ടി ചൂട് കടലിലെ കപ്പലുകളെ പതിച്ചു. അലമോ, കപ്പലുകൾക്ക് തീ പിടിച്ചു. കൊള്ളാം, നമ്മുടെ സൈന്യം വിജയിച്ചു. ആയുധം കൊണ്ടല്ല, ബുദ്ധി കൊണ്ടുള്ള വിജയം. ഈ വിജയരാവിൽ സംഗീതവും നൃത്തവും ഉയരട്ടെ. പഞ്ചമി, പഞ്ചമി, എന്താണ് ഈ നാടിനെ കുറിച്ചുള്ള അഭിപ്രായം? നാട് സുന്ദരമാണ് നാഥ. പക്ഷേ യുദ്ധവും സൈന്യാഭ്യാസവും ഒന്നും ഞങ്ങൾ സ്ത്രീകൾക്ക് രസമുള്ള വിഷയങ്ങളല്ല. ഭയമാണ് ഇവിടത്തെ അന്തരീക്ഷം മുഴുവനും. പഞ്ചമി, ഞാനൊരു കാര്യം പറയട്ടെ. അങ്ങ് പറയൂ. നമ്മുടെ ദേശാടനം എത്ര നാൾ കഴിഞ്ഞുവെന്ന് വല്ല നിശ്ചയമുണ്ടോ? കാടും കൊട്ടാരവും ഗ്രാമവും വിദേശനാടും എല്ലാം നമ്മൾ താണ്ടി. കടലും മലയും പുഴയും താഴ്വാരവും നാം കണ്ടു കഴിഞ്ഞു. എല്ലാ നാടുകളെക്കാൾ സുന്ദരമാണ് നമ്മുടെ കൊച്ചികരം, നമ്മുടെ സ്വന്തം ഭാരതം. കലകളുടെ നാട്. കഥകളിയും ഭരതനാട്യവും മോഹിനിയാട്ടവും കഥക്കും പഞ്ചാബിയും മണിപ്പൂരിയും കുച്ചിപ്പിടിയും തിരുവാതിരയും മാർഗംകളിയും ഒപ്പനയും അങ്ങനെ എല്ലാത്തര കലകളും കളിയാടുന്ന നമ്മുടെ സ്വന്തം നാട്. കലകളുടെ നാട്ടിൽ നിനക്ക് സ്വസ്ഥമായ ഒരിടമുണ്ട് പഞ്ചമി. നമ്മുടെ പായ്ക്കപ്പൽ കടൽക്കരയിൽ നമ്മെ കാത്തുകിടക്കുന്നു. നമുക്ക് തിരിച്ചു പോകാം ലോകത്തിന്റെ അതിർത്തിയിൽ നിന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക്. വരൂ പഞ്ചമി. തോഴി തോഴി തോഴീനോ ഇന്നുയിർ നീലയ
സുമ സായക വിതുര അവമാധവ സുതതി അതിദീന സുമ സായക വിതുര അവമാധവ സുതതി അതിദീന സുമ സായക വിതുര അവമാധവ സുതതി അതിദീന സുമ സായക വിതുര നം തത്ത നം തത്ത നം തത്ത നം നം താനം നം തത്ത നം തത്ത നം തത്ത നം നം താനം നം തത്ത നം തന്നം തത്ത നം തന്നം തത്ത നം തന്നം താനം നം തത്ത നം തന്നം തത്ത നം തന്നം തത്ത നം തന്നം താനം നടനം 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 നം തന്നം തന്നം നടനം 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 നം തന്നം തന്നം നം കുക്കുത്ത നം കുത്തത്താം രക്ത നം കുക്കുത്ത നം കുത്തത്തെ രക്തെ താം രക്ത തേ രക്തെ രക് ദിങ് ഗിണ്ണത്തും താ തക്കത്ത ദിങ് ഗിണ്ണത്തും തേ തക്ക ദിക്കുര ദിങ് ഗിണ്ണത്തും രദീങ് ഗിണ്ണത്തും താ തക്കത്ത ദീങ് ഗിണ്ണത്തും തേ
संगी वे मैं मेरे मापिया तेरे ना मंगी वे करते साल दी डेट मैरिज दी काड़ा तेल खा दांगे सुर्ख बुला तो हाँ जी कर दे सारे शौक पुगा दांगे तेरे गुटनों कला सरदार दिए डायमंड दी चादर पाला गुटनों कला सरदार दिए डायमंड दी चादर पाला वे तू मुंडे आज मोरी मैं भी कुड़ी आज गौरी आजा बोलिया पाए आड़े आड़ के वेला जट्टा चल दी जट्टी नचूगी तेरी ना आड़ के वेला जट्टा चल दी जट्टी नचूगी तेरी ना आड़ के वेला जट्टा भी तेरे जैसा कोई नहीं है अस्सी नहीं 100 दिन दुनिया घुमा है नहीं कहे तेरे जैसा कोई नहीं मैं गाया चाहूंगी बस तेरी याद थी जो मेरे साथ मुझको तड़पाती रुलाती सबसे प्यारी तेरी सूरत प्यार है बस तेरा കുലത്തിന്റെ അമ്മയാണിവൾ കേരളത്തിലെ മുഴുവൻ ജനവംശങ്ങളുടെയും അമ്മ എല്ലാ ജാതികളുടെയും അമ്മ നാം കേരളീയർ വിവിധ മതജാതി വർണ്ണ വർഗത്തിൽപ്പെട്ടവരാണെങ്കിലും നാം ഒന്നാണ് വിവിധ നൃത്തരൂപങ്ങൾ സമന്വയിച്ചപ്പോൾ അതിവിശിഷ്ടമായതുപോലെ നാം ഒരുമയോടെ വിഭാഗീയതകൾ മറന്ന് ഒന്നിച്ചു നിന്നാൽ നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാടായി മാറും അതിനായി നമുക്ക് അണിചേരാം ഇതാ ഞങ്ങൾ ആറ്റത്രയുടെ കൊച്ചുമക്കൾ ഞങ്ങളുടെ പ്രിയ അധ്യാപികയ്ക്ക് സ്നേഹോപകാരമായി ഈ കലാവിരുന്ന് സമർപ്പിക്കുന്നു.